السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ വചനം. അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യരോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹുവല്ലദീ, അവൻ, ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. സുമ്മസ്തവാ ഇലസ്സമാ, വളരെ ഭംഗിയായി മുകൾ ലോകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശം, ആ ആകാശത്തെയും സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. ഫസവ്വാഹുന്ന സബ്അ സമാവാത്, 7 ഗഡുക്കളായിട്ടാണ് അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ വസ്തുക്കളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളവനാണ് അള്ളാഹു. എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചത്, ഏഴാകാശവും മറ്റു പ്രകൃതിയിലെ മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ പ്രതിഭാസങ്ങളും എല്ലാം സൃഷ്ടിച്ചതും സംവിധാനിച്ചതും നിയന്ത്രിക്കുന്നതും ഒരു ശക്തിയായ അള്ളാഹുവാണ്. അപ്പോൾ ഈ ഭൂമിയിൽ, ആകാശലോകത്ത്, ഈ ഭൂമി ലോകത്ത്, ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള എല്ലാ വസ്തുക്കളിലും, അതിൽ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വായു, മിന്ന്, കാറ്റ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് വളരെ നിസ്സാരനാണ്. കാരണം എന്താണ് ആകാശം, കൃത്യമായ ബോധ്യം മനുഷ്യനില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു നീല എങ്ങനെ കാണും, അതിൻ്റെ ഇടയിൽ കുറേ മേഘങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കളെ കാണും. എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ മനുഷ്യന് കൃത്യമായിട്ട് മറുപടിയില്ല. എന്താണ് അവൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു, കൃത്യമായി മറുപടിയില്ല. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഇടിമിന്നലുകൾ എന്താണ്, കൃത്യമായ മറുപടിയില്ല. കാറ്റ്, അത് എങ്ങനെയാണ് വരുന്നത്, കൃത്യമായ മറുപടിയില്ല. അപ്പോൾ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയും ചിന്തയും വെച്ച് ചെറിയ ചെറിയ മറുപടികൾ, ചെറിയ ചെറിയ ആൻസറുകൾ അവൻ കണ്ടെത്തും. അങ്ങനെയാണ് വായുവിനെ കീറിമുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ ശബ്ദത്തെയാണ് ഇടിമുഴക്കം എന്ന് പറയുന്നത് എന്ന് മനുഷ്യൻ ചെറിയ ചിന്ത കൊണ്ട് പറയാണ്. ലോകത്തിൽ എല്ലാ വർഷവും ഏകദേശം 16 ദശലക്ഷം മിന്നലുകൾ ഉണ്ടാകുമെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ട് പറയാണ്. അതേപോലെ തന്നെയാണ് കാറ്റിന്റെ കാര്യവും. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ കൊണ്ടാണ് കാറ്റുണ്ടാകുന്നതെന്ന് മനുഷ്യൻ പറയാണ്. അഥവാ അവന്റെ ചിന്തക്കും പഠനത്തിനും അനുസരിച്ചൊരു ആൻസർ അവൻ കണ്ടെത്തുന്നു എന്ന് മാത്രം. പക്ഷേ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം, അത് ആർക്കും പറയാൻ പറ്റൂല. അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാറ്റിനെ കുറിച്ചും മിന്നിനെക്കുറിച്ചും ഇടിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പടച്ചും പറഞ്ഞു പോകുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അതിൽ പറയുന്നില്ല. അങ്ങനെയാണ് വഹുവല്ലദീ അർസല റിയാഹ ബുശ്റാ, കാറ്റിനെയും അല്ലാഹു തആല നിങ്ങൾക്ക് ഇതാ അയച്ചിരിക്കുന്നു. ബുശ്റൻ, നിങ്ങൾക്ക് സന്തോഷമാണ്. ബൈനയദി റഹ്മതിഹി, അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവുമാണ്, റഹ്മത്തുമാണ് കാറ്റ്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, അതേപോലെ തന്നെ ഈ മഴയെയും അല്ലാഹു തആല വർഷിക്കുകയാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കാൻ വേണ്ടി. ഈ കാറ്റുണ്ടെങ്കിലാണ് മഴ എല്ലായിടത്തും എത്തുക. ഈ കാറ്റുണ്ടെങ്കിലാണ് മനുഷ്യന് ഈ വിഭവങ്ങൾ കഴിക്കാൻ കഴിയുക, സസ്യങ്ങൾ വളരുക, പുഷ്പങ്ങൾ പുഷ്പിക്കുക. അങ്ങനെ കാറ്റിന് ഈ ലോകത്ത് നിർവഹിക്കാൻ ധാരാളം ദൗത്യങ്ങളുണ്ട്. കൃത്രിമമായ കാറ്റുകൾക്ക് അതിന് സാധ്യമല്ല. അങ്ങനെ മനുഷ്യന്റെ ചിന്തക്കും കഴിവിനും കാഴ്ചക്കും ഗോചരമല്ലാത്ത വലിയ വലിയ പ്രതിഭാസങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ മനുഷ്യ, നിങ്ങൾ അഹങ്കരിക്കരുത്. ഈ കാറ്റ് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്.
ആനന്ദകരമാണ്. അതാണ് നമ്മൾ കുളിർക്കാറ്റ് എന്നൊക്കെ പറയുക. എന്നാൽ കാറ്റ് ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമാകാം. അതോടൊപ്പം തന്നെ കാറ്റ് നിങ്ങൾക്ക് ശിക്ഷയുമാകാം. ഇടിമിന്നിനെ കുറിച്ച് ശിക്ഷ എന്ന പ്രയോഗമില്ല. പക്ഷെ ഖുർആനിൽ കാറ്റിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അധിക സ്ഥലങ്ങളിലും അത് ഒരു ശിക്ഷയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടിമിന്നി വരുമ്പോൾ നിങ്ങൾ ഇന്നാൽ ഇന്ന ദിക്ർ ചെല്ലണം എന്ന് പറഞ്ഞതുപോലെ കാറ്റ് വരുന്ന സമയത്തും പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മനുഷ്യനെ കൊണ്ട് സാധിക്കുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അന്നഹാ ഖാലത്ത്, ആയിഷ പറഞ്ഞു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, ഇദാ അസ്വഫത്തിദ്ദീഹു, കാറ്റ് അടിച്ചു വീശിയാൽ ഖാല, പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. 2 പോയിന്റാണ് അതിൽ പറയുന്നത്. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൈറഹാ, ആ കാറ്റിലുള്ള ആ കാറ്റിന്റെ എല്ലാ നന്മയും ചോദിക്കുന്നു, വഖൈറ മാ ഫീഹാ, ആ കാറ്റിൽ നീ സംവിധാനിച്ചിരിക്കുന്ന എല്ലാ നന്മകളും ചോദിക്കുന്നു, വഖൈറ മാ ഉർസിലത് ബിഹി, ഏതൊന്നിനു വേണ്ടിയാണോ ആ കാറ്റ് അയക്കപ്പെട്ടിരിക്കുന്നത് അതിലെ എല്ലാ നന്മകളും. അപ്പൊ ഇതിൽ തന്നെ ആ കാറ്റിന്റെ ഒരുപാട് ഗുണങ്ങൾ, എന്തെല്ലാം ഗുണങ്ങൾ ആ കാറ്റിനുണ്ട് എന്ന കാര്യം ഈ 3 വരികൾക്കിടയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. കാറ്റിന്റെ ഗുണങ്ങൾ മൊത്തത്തിൽ നമ്മൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു അത്ഭുതം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ആ ഒരു അത്ഭുതത്തിലേക്കുള്ള സൂചനയാണ് ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി. അപ്പൊ കാറ്റിന്റെ നന്മയെയാണ് പ്രവാചകൻ ചോദിക്കുന്നത്. രണ്ടാമത്തത് വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ഇതുപോലെ തന്നെ ആ കാറ്റിന്റെ ഷർറ്, ആ കാറ്റിൽ അടങ്ങിയിരിക്കുന്ന ഷർറ്, ആ കാറ്റുകൊണ്ട് അല്ലാഹു തആല കണക്കാക്കിയ ഷർറ്, ഈ ഷർറിനെ തൊട്ട് അല്ലാഹുവോട് ഞാൻ കാവലിനെ ചോദിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ഖൈറും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ കണക്കാക്കിയ എല്ലാ ഷർറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.